ഹാഷ്മി, മന്ത്രിസഭയിലേക്കുള്ള ഒരു പട്ടിക അത് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പക്ഷേ ഏത് രീതിയിലായിരിക്കും ആ പട്ടിക എന്നുള്ളതാണ്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ അല്പസമയം മുമ്പ് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ അകത്തുണ്ട്. അന്തിമ പട്ടികയെക്കുറിച്ചുള്ള ഒരു ചർച്ച തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ആ ഒരു പട്ടികയിലെ ഒരു പേര് IC ബാലകൃഷ്ണൻ, അദ്ദേഹത്തെയും ഇവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും KPCC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും നിലവിൽ അന്തിമമായിട്ടുള്ള ഒരു ചർച്ചകളിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലീഗ് നേതൃത്വവുമായി രാവിലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, മറ്റ് ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുമായി കൃത്യമായി തന്നെ മന്ത്രിസഭയിലെ ചർച്ചകൾ പുരോഗമിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പട്ടിക എന്നോണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലിസ്റ്റുമുണ്ട്. ആ ലിസ്റ്റ് അടക്കമാണ് അദ്ദേഹം KPCC ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായ പട്ടികയിൽ മേലുള്ള ഒരു ചർച്ച, അതിന്മേൽ അന്തിമ പട്ടിക രൂപീകരിക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അന്തിമ പട്ടികയിലേക്ക് എത്തും, രാത്രിയോടുകൂടി എത്തുമെന്ന് തന്നെ രാവിലെ തന്നെ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ പങ്കുവച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോ ഇന്ന് രാത്രിയോ ഗവർണർക്ക് പട്ടിക കൈമാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്തിമ പട്ടികയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ KPCC അധ്യക്ഷനുമായി KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഹാഷ്മി, കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിലൊക്കെ തീരുമാനമാവുന്നത് ഇവിടെയായിരിക്കുമോ? നിലവിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 11 അല്ലെങ്കിൽ 12 മന്ത്രിമാർ, ആ മന്ത്രിമാരിലേക്കാണ് ഇപ്പോൾ തീരുമാനങ്ങൾ. ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. വകുപ്പുകളിലേക്കുള്ളൊരു തീരുമാനം കൂടി ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ്. വകുപ്പുകളും മന്ത്രിമാരും, ഇത് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നതാണ് ചർച്ച. ഏറ്റവും അവസാന ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇന്ന് നമുക്കറിയാം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും കൂടിക്കാഴ്ച നടത്തുന്നു. സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്ത് നിന്ന് കണ്ടോൺമെന്റ് ഹൗസിലെത്തി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇങ്ങനെ എല്ലാ നേതാക്കളും പരസ്പരം കൂടിക്കാഴ്ച നടത്തി അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു പട്ടിക, ആ പട്ടികയുമായാണോ ഈ KPCC ആസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുന്നത്? ഇനി വകുപ്പുകളിൽ ചില തീരുമാനങ്ങൾ, ഈ 12 മന്ത്രിമാരിലെ ആരൊക്കെ എന്നുള്ള തീരുമാനങ്ങൾ ഏകദേശ രൂപമായി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇനി വകുപ്പുകൾ കൂടി തീരുമാനിച്ച് അത് ഗവർണർക്ക് കൈമാറുമെന്നുള്ളതാണ്. ഘടകകക്ഷികളുടെ മന്ത്രിമാർ ആര് എന്നുള്ള തീരുമാനം കൃത്യമായി തന്നെ അവർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. 5 മന്ത്രി ലീഗിന് നൽകാമെന്നുള്ള ഒരു കാര്യത്തിലുള്ള തീരുമാനമൊക്കെ തന്നെ ഉറപ്പായി നേരത്തെ വന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ആരാണ് മന്ത്രി എന്നുള്ളത് പ്രശ്നമുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഡൺ, ഓൾമോസ്റ്റ് സെറ്റിലായിരിക്കുന്നു കാര്യങ്ങൾ. ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിമാർ വേണമെന്ന് പറയുന്നു, 1 മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ. അതിലും ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പ് വഴങ്ങുമെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. റിനു, അപ്പോൾ ഈ പറയുന്ന എന്താണ്, നാളെ ഗവർണർക്ക് കൈമാറും മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് റാറ്റിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണം. ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ KPCC ആസ്ഥാനത്തുണ്ട്, ആ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഈ AICC റാറ്റിഫിക്കേഷൻ ഒക്കെ നടന്നു പോകാനിടയുണ്ട് അല്ലേ? തീർച്ചയായും ഹാഷ്മി, അത്തരമൊരു പട്ടികയുമായിട്ടാണോ അദ്ദേഹം ഇവിടേക്ക് എത്തിയത്? കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ പട്ടികയുമായിട്ടാണോ എത്തിയത് എന്നുള്ളതാണ് നമുക്കൊരു സംശയമുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ ഒരു പട്ടിക ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ഇവിടെ എത്തി ദീപാദാസ് മുൻഷിയുമായി ചർച്ച ചെയ്തതിനു ശേഷം ഗവർണർക്ക് കൈമാറുമ്പോൾ KPCCയിലുള്ള സീൽ ഉൾപ്പെടെയുള്ള വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ ഒരു നീക്കമാണോ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ടത്. എന്തായാലും അവസാനഘട്ട ചർച്ചയിലേക്ക് കടക്കുന്നു. കോൺഗ്രസിന്റെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 3 പേര്, അതായത് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച 3 പേരുകൾ, അതിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെ തന്നെ നൽകിയിരുന്നു. അത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൻവർ സാദത്ത് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നേരത്തെ തന്നെ നൽകി എന്നുള്ളതാണ് പുറത്തുവന്ന വിവരം. എന്തായാലും നിലവിൽ ദീപാദാസ് മുൻഷി അടക്കം ഹൈക്കമാൻഡ് പ്രതിനിധികൾ അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിർദ്ദേശ പ്രതിനിധികൾ അടക്കം ACC ജനറൽ സെക്രട്ടറി അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഈ പട്ടിക അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഹാഷ്മി, യെസ്. അപ്പോൾ രാവിലെ തുടങ്ങിയ ചർച്ച വൈകുന്നേരമാകുമ്പോഴേക്കും ഫൈനൽ പട്ടികയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഒരുപക്ഷെ ഹൈക്കമാൻഡ് റാറ്റിഫിക്കേഷൻ ഒക്കെ ആവശ്യമുണ്ട്. അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന പട്ടിക എന്ന് വേണം KPCC ആസ്ഥാനത്തെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിലടക്കം ഏത് രീതിയിലാണ് അനുനയം സാധ്യമാവുന്നത് എന്ന കാര്യം നമുക്ക് അറിയുകയുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.